let's go. ചെസ്റ്റ് ഡേ അല്ല, പുഷ് ഡേ. ചെസ്റ്റും ട്രൈസെപ്സും. അതിന് ഷോൾഡർ കുറച്ച് പ്രശ്നം കാരണം ഷോൾഡർ അത്ര അടിക്കണില്ല, ചെറിയ ചെസ്റ്റും ട്രൈസെപ്സും ആണ് മെയിൻലി ഫോക്കസ് ചെയ്യണത്. ഇത് മൺഡേയും കൂടെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? ഇന്റർനാഷണൽ ചെസ്റ്റ് ഡേ ആണ് എല്ലാ മൺഡേയും. മൺഡേയും കൂടെ ആയിരുന്നേ പൊളിച്ചേനെ, പക്ഷെ കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നലെ ലെഗ് അടിച്ചു. ലെഗ് അടിക്കണ ഞാൻ പറഞ്ഞിട്ട്, ലെഗ് അടിക്കണ നമ്മള് മസിൽ വളർത്താനല്ല ലെഗ് അടിക്കണേ, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ, നമ്മൾ ആണാന്ന് തെളിയിക്കാനല്ല ലെഗ് അടിക്കണേ, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് കാണിക്കാനാണ് ലെഗ് അടിക്കണേ. പക്ഷെ ബാക്കിയെല്ലാം മസിൽ വളരാനാണ് ചെയ്യണേ. ആദ്യം നമ്മള് ഇൻക്ലൈൻ സ്മിത്ത് മെഷീൻ പ്രസ് ആണ്. ഇത് ചെസ്റ്റിന് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസസ് ആണ്. കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഞാൻ സാധാരണ വാമപ്പ് ഒരു ജനറൽ വാമപ്പ് ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ ജനറൽ വാമപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്ന് വെച്ചാൽ ചുമ്മാ ജിമ്മിൽ കയറി കൈയൊക്കെ കറക്കാനും സൈക്കിൾ കുറച്ച് നേരം ചവിട്ടാനും ഇഷ്ടമുള്ള ആൾക്കാരാണ് ചെയ്തോ. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് ചെയ്യണ എക്സസൈസിന്റെ ഒരു ഫസ്റ്റ് ലൈറ്റ് ആയിട്ട് 2-3 സെറ്റ് ആദ്യം ചെയ്താൽ തന്നെ വാമപ്പ് ആയിക്കോളൂ. അതിന്റെ ഡൗട്ടായിരുന്നു, അത് കാരണം ക്ലാരിഫൈ ചെയ്യാനാണ്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ഒരു ആംഗിൾ ഇല്ല ഇൻക്ലൈൻ ചെസ്റ്റ് അടിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം. നിങ്ങളിപ്പം ഒരാഴ്ച ഭയങ്കര ലോ ഇൻക്ലൈനിലാണെങ്കിൽ അടുത്ത ആഴ്ച ഹൈ ഇൻക്ലൈനിലിട്ട് നോക്കും. എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഏതാ പെർഫെക്റ്റ്. ഓക്കെ, ഇതടിക്കുമ്പം പയ്യെ താഴത്തേക്ക്, ഈ താഴത്തേക്ക് കൊണ്ടുതന്നെയാണ് ഈസെൻട്രിക് എന്ന് പറയുന്നത്. തിരിച്ച് പൊക്കണേന് കോൺസെൻട്രിക് എന്ന് പറയും. അപ്പൊ ഈ ഈസെൻട്രിക് മോഷൻ പറ്റുന്നത്ര കൺട്രോൾ ചെയ്യാൻ നോക്കും. റെപ്പിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ ഇവിടുന്ന് താഴത്തേക്ക് മാക്സിമം സ്ലോ ആക്കാൻ നോക്ക്. ബോട്ടമിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്യാൻ നോക്ക്. പറ്റുവാണെങ്കിൽ ബാറിലേക്ക് ചെസ്റ്റ് മുട്ടിക്കണ പോലെ കാണിക്കാൻ പാടില്ല, പക്ഷെ ബാറ് താത്തുമ്പോൾ ചെസ്റ്റ് പൊട്ടി മാക്സിമം ശ്രമിച്ചിട്ടില്ല. ഫസ്റ്റ് വാക്കിംഗ് സെറ്റ് 45-ഉം 25-ഉം എത്രയായി? 70, 140, ഓൾമോസ്റ്റ് ഒരു 30-40 കിലോ പെർ സൈഡ് അല്ലേ? കുഴപ്പമില്ല. ഫസ്റ്റ് സെറ്റ് ഒരു 12 റെപ്പ് വരെ എത്തിക്കാൻ നോക്കാം. റെപ്പ് എങ്ങനെയാണെങ്കിലും ഫോം പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ ഫോണിന് ചാർജ് ഇല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് തരണം. ഫോണിന് ഒട്ടും ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇപ്പൊ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞാൻ. ഓക്കെ, ഇത് സെക്കൻഡ് ലാസ്റ്റ് സെറ്റ് ആണ്. ഒരു സെറ്റ് കൂടെ അടിക്കുമായിരിക്കും. സെയിം ക്ലീൻ റെപ്സ് ആക്കി വെക്ക്. 10 to 12 റെപ്പ് റേഞ്ചിലാണ് ഞാൻ നോക്കണേ. അതിന് ചെറിയ ഷോൾഡർ ഇഞ്ചറി ഉണ്ട്, അത് കാരണം ഫ്രാക്ചർഡ് ആണ്. ഷോൾഡറിന് പ്രശ്നമാണ്, അത് കാരണം അവൻ അത്ര വെയിറ്റ് പോകണില്ല. ഇതിനകത്ത് ആ മയോർ ഫെയിലിയർ അപ്രോച്ചും നമ്മൾ പോണില്ല. ഇത് അതിന് വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണ്. ഞാൻ അവന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് മന്ത്ലി പൈസ കൊടുക്കുന്നുണ്ട് ഗൈസ്. $1,000 ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്താൽ 60,000 റുപ്പീസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ അതിത്ത് കുറച്ച് ഇഞ്ചേർഡ് ആയിട്ടിരിക്കുകയാണ്. അത് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയതാ. അപ്പം അതിന് റെസ്റ്റ് കൊടുക്കാൻ നമ്മൾ ചെസ്റ്റ് കഴിഞ്ഞ് അടുത്ത ട്രൈസിന്റെ എക്സസൈസിലേക്ക് പോവാം. സ്മിത്ത് മെഷീൻ സ്കൾ ക്രഷർ അടിപൊളി എക്സസൈസാണ്. ട്രൈസിന്റെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് എക്സസൈസ് ആണ്. എങ്ങനെ അടിക്കണേന്ന് കാണിച്ചു തരാം. സ്മിത്ത് മെഷീൻ സ്കൾ ക്രഷർ. ഇത് സ്കൾ ക്രഷർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കാം. തലയുടെ പുറകിലേക്ക് കൊണ്ടുപോകാം, ബാറ് നെറ്റിലേക്ക് കൊണ്ടുവരാം, കണ്ണിലേക്ക് കൊണ്ടുപോകാം, കഴുത്തിലേക്ക് മുട്ടിക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. എനിക്കൊരു I2 കണ്ണിന്റെ ഇവിടെ മുതൽ കഴുത്തിന്റെ ആ റേഞ്ചാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന പോലെ അടിക്കും. എല്ലാം ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റൂലായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഫോം ഏതാന്ന്. എല്ലാം ട്രൈ ചെയ്ത് നോക്ക്. ഡെക്ക് ഫ്ലൈ ആയിരുന്നു അടിക്കേണ്ടത്, പക്ഷെ അതിനകത്ത് ആളുണ്ട്. കാണിച്ചു കൊടുക്ക്. 2 മെഷീൻ ഉണ്ട്, 2ലും കറക്റ്റ് ആളുണ്ട്. അപ്പം നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ സാധാ സീറ്റഡ് മെഷീൻ പ്ലസ്. അപ്പം അതിനകത്ത് ആളുണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ചുമ്മാ അത്ര നേരം റെസ്റ്റ് എടുത്ത് സമയം കളയണ്ട. അടുത്ത ബെസ്റ്റ് ഓപ്ഷൻ നോക്കിക്കുന്നുണ്ട്, അപ്പൊ തന്നെ വർക്ക്ഔട്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്ക്.
അതന്നെ പോട്ടെ അതന്നെ. ഓക്കെ, ഇതാണ് ട്രൈസെപ്സിൻ്റെ സെക്കൻഡ് എക്സസൈസ്, ഓവർ ഹെഡ് ബാർബൽ എക്സ്റ്റൻഷൻസ്. ഇത് നിങ്ങൾക്ക് ബാറിലാണെങ്കിലും കേബിളിലാണെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ബാറിലേ ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ എൽബോസ് ആണ്. താഴത്തേക്ക് ബാർ വരുമ്പം എൽബോസ് ഫ്രണ്ടിലേക്ക് വന്നു, ഇങ്ങനെ നേരെ മുഖത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു എൽബോസ്. ഇത് മാക്സിമം ട്രൈസെപ്സിൽ മാക്സിമം സ്ട്രെച്ച് ജനറേറ്റ് ചെയ്യണം, ഫുൾ ഫ്രണ്ടിലേക്ക്. എന്നിട്ട് തിരിച്ച് ബാർ മേളിലേക്ക് വരുമ്പം എൽബോസ് സൈഡിലേക്ക് വന്നു, ഒരു ഓൾമോസ്റ്റ് ഒരു ഷോൾഡർ പ്രസ് പോലെ ആയിരിക്കും മോഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ എന്തായാലും പറഞ്ഞേ, നല്ല കഥ. ഒന്ന് റൈറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയിരിക്കുക. അപ്പം ഷോൾഡർ ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, സാധാ ലെവൽ വരെ കൊണ്ടുവരാൻ പറ്റില്ല. ചുമ്മാ അൺനെസസറി ഇഞ്ചറി ആക്കണ്ടല്ലോ, വെറുതെ അൺനെസസറി ഇഞ്ചറി ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇത് അവോയ്ഡ് ചെയ്യും നമ്മൾ. പക്ഷെ ഇതാണ് എൻ്റെ പ്രിഫറൻസ്, ഈ എക്സസൈസ് ആണ് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്തിരിക്കും. സൂപ്പർ റോം ഡിപ്സ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിക്കാം, റെഗുലർ ഡിപ്സ് എന്നും വിളിക്കാം. കുറേ പേര് വേറെ എന്തോ റൊമേനിയൻ എന്തോ ഇത് വിളിക്കുന്നുണ്ട്, പക്ഷേ സാധാ ഡിപ്സ്. അവസാനത്തെ എക്സസൈസ് ആണ് ഇത്, ഡെഫിസിറ്റ് പുഷപ്സ്. ഇത് ചെസ്റ്റിന് അവസാനം അടിക്കാൻ അടിപൊളി എക്സസൈസ് ആണ്. ഇത് നിങ്ങളൊരു ചെറിയ എന്തെങ്കിലും ഒരു പ്ലേറ്റോ എങ്ങനെയെങ്കിലും കൈ കുറച്ച് പൊക്കി വെച്ചിട്ട് ഫുൾ ആ ഒരു ഡീപ്പ് സ്ട്രെച്ച് പൊസിഷനിലേക്ക് പോകാൻ നോക്കുക. നമ്മൾ പിന്നെയും എല്ലാ എക്സസൈസിലും ആ ഡീപ്പ് സ്ട്രെച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്, കാരണം ഇവിടെ നിന്നാണ് മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്.